a hexagonal prism of base side 35 mm and height 65 mm rests on its base on HP with one of the base edges parallel to VP. It is cut by a section plane inclined towards right at an angle of 30 degree to HP and perpendicular to VP. The section planes meets the axis of the prism at a height of 45 mm from the base. Draw the front view, sectional top view and true shape of the section. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഹെക്സഗണൽ പ്രിസം ആണ്. ഹെക്സഗണൽ പ്രിസം ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു. അത് വൺ ബേസ് സൈഡ് പാരലൽ ടു വി പി ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ ഹെക്സഗൺ, ഫ്രണ്ട് വ്യൂ ഈ റെക്റ്റാങ്കിൾ, സൈസ് 35, 65 ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 4 to 6 മാർക്സ് ആണ് യൂഷ്വലി ആൻസർ കീയിൽ വരാറുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ സെക്ഷൻ പ്ലെയിൻ തന്നിരിക്കുന്നത് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിലായിരിക്കും സെക്ഷൻ ലൈൻ വരിക. അതിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണ്. ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. യൂഷ്വലി ഈ ഇൻക്ലിനേഷൻ്റെ ഡയറക്ഷൻ തരാറില്ല. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ടുവാർഡ്സ് റൈറ്റ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ 30 ഡിഗ്രി എടുക്കണം. ഈ ഡയറക്ഷനിൽ 30 ഡിഗ്രി എടുക്കുമ്പോൾ അത് ടുവാർഡ്സ് ലെഫ്റ്റ് ആണ്. എക്സ്റ്റേണൽ പ്രിസം ആയതുകൊണ്ട് ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ ടുവാർഡ്സ് 30 ഡിഗ്രി ഈ ഡയറക്ഷൻ എടുത്താലും ഈ ഡയറക്ഷൻ എടുത്താലും ആൻസർ സെയിം ആയിരിക്കും. അതിൻ്റെ ട്രൂ ഷേപ്പും സെയിം ആയിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്യുന്നു. അതിന് 2 to 3 മാർക്സോളം ഈ സെക്ഷൻ ലൈൻ ഫ്രണ്ട് വ്യൂവിൽ ലൊക്കേറ്റ് ചെയ്ത് ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നതിന് കിട്ടും. അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ ലൈൻസ് തന്നെയാണ് പോയിൻ്റ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ തന്നെയായിരിക്കും സെക്ഷൻ പോയിൻറ്റും കിട്ടുക. ടോപ്പ് വ്യൂവിൽ സെക്ഷണൽ ടോപ്പ് വ്യൂ കിട്ടും. കംപ്ലീറ്റ് സോളിനെയും കട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിത് വരച്ചപ്പോൾ എനിക്ക് ഈ ടോപ്പ് കോർണറിലൂടെയാണ് ഈ സെക്ഷൻ ലൈൻ പാസ് ചെയ്ത് പോയിരിക്കുന്നത്. അങ്ങനെ സെക്ഷണൽ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇനി ട്രൂ ഷേപ്പ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ഈ സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് ഇവിടെ ഒരു സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്തിട്ട് എക്സ് വൈ ലൈനിൽ നിന്ന് ടോപ്പ് വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ഓരോ സെക്ഷൻ പോയിൻറ്റ്സും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രൂ ഷേപ്പ് ഇവിടെ കിട്ടും. ബട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് സ്പേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ ലൈനിനെ എക്സ് വൈ ലൈനെ പാരലായി ഇവിടെ വരച്ചിട്ട് 1 dash 2 dash 3 dash 4 dash ഈ സെയിം ഡിസ്റ്റൻസിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുന്നു. ഇതിനെ ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ 1 2 3 4 5 6 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ഷേപ്പ് കിട്ടും. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ ഒരു 4 to 5 മാർക്സോളം കാണാറുണ്ട്. സെക്ഷൻ പോയിൻ്റ് പാസ് ചെയ്യുന്ന പൊസിഷൻ ഞാൻ പറഞ്ഞില്ല. അത് 45 mm എബോവ് ദ ബേസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് 45 എടുക്കേണ്ടത്. ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് 45 എടുക്കരുത്. ഹെക്സഗൺ ഈ രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ പൊസിഷൻ തന്നെ തെറ്റാണ്. കാരണം എഡ്ജ് പാരലൽ ടു വി പി എന്ന് പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാർക്ക് കിട്ടില്ല. സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് വേണമെങ്കിൽ തരാം. സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നതിന് 4 to 6 മാർക്ക്, സെക്ഷൻ ലൈൻ വരയ്ക്കുന്നതിന് 2 to 4 മാർക്സ്, സെക്ഷൻ ടോപ്പിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിന് 4 മാർക്സ്, അതേപോലെ ട്രൂ ഷേപ്പ് വരയ്ക്കുന്നതിന് 4 മാർക്സ്, 2 മാർക്സ് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ. 30 ഡിഗ്രി ഈ ഡയറക്ഷനിലേക്ക് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ആൻസർ സെയിം തന്നെയായിരിക്കും. ട്രൂ ഷേപ്പിൽ ഒരു മാറ്റവും ഇല്ല. ഇത് പെൻഡഗണൽ പ്രിസം ആണെങ്കിൽ ട്രൂ ഷേപ്പ് മാറും, അല്ലെങ്കിൽ സെക്ഷൻ മാറും. ഈ ഡയറക്ഷനിൽ വരച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് മാർക്കൊന്നും കുറയില്ല. എക്സാമിനറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Thank you for watching. Please like, share and subscribe. Doubts ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.